ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പര. ആദരണീയരായ എല്ലാവർക്കും ഭാരതീയ കുടുംബത്തിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ദിവസങ്ങളായി ഷോഡശ കർമ്മങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചു വന്നിരുന്നത്. അത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഒരു ജീവൻ അമ്മയുടെ ഗർഭത്തിൽ ഉത്ഭവിക്കുന്ന സമയം മുതൽ ആ ജീവൻ്റെ അന്ത്യേഷ്ടികർമ്മം വരെയുള്ള 16 തലങ്ങളാണ് ഷോഡശകർമ്മങ്ങൾ എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇവിടെ ഇതിൽ 8ാമത്തെ ചടങ്ങാണ് അന്നപ്രാശനം എന്ന ചടങ്ങ്. അന്നപ്രാശനം നമ്മൾ ചോറ് കൊടുക്കൽ എന്നൊക്കെയാണ് പറയുക. ഇത് 6ാം മാസം ശുഭദിനത്തിൽ വിളക്ക് വെച്ച് ഗണപതി നിവേദിച്ച് മംഗളപ്രാർത്ഥനകളൊക്കെ കഴിച്ച് നിർവഹിക്കേണ്ട അത്യന്തം ശ്രേഷ്ഠമായ ഒരു ചടങ്ങാണ്. ആദ്യമായി കുട്ടിക്ക് ചോറ് കൊടുക്കൽ ചടങ്ങ് നടത്തുന്നത് ഇതാണ്. അതിന് ഇവർ സങ്കല്പം ജപിക്കാറുണ്ട്. മമ സുതസ്യ മാതൃഗർഭ മലപ്രാശന വിശുദ്ധ്യർത്ഥം അന്നപ്രാശന സംസ്കാരാഖ്യ കർമ്മം കരിഷ്യേ എന്ന് സങ്കല്പം ജപിച്ച് ആ അന്നം ഉപസ്തരിച്ച്, അഥവാ പശുവിൻ്റെ നെയ്യും ചേർക്കുന്നതിനാണ് ഉപസ്തരിക്കുക എന്ന് പറയുന്നത്. ഉപസ്തരിച്ച് ഇഷ്ടമന്ത്രങ്ങൾ ജപിച്ച അന്നം അത് വലത് കൈയിൽ ജലമെടുത്ത് ചുറ്റും ഈ അന്നത്തിനൊരൽപ്പം പരിഷേകം ചെയ്തതിന് ശേഷം ഈ പ്രാണാഹുതി മന്ത്രങ്ങളാൽ, പഞ്ചപ്രാണാഹുതി മന്ത്രങ്ങളാലാണ് ഈ കുട്ടിക്ക് അന്നം കൊടുക്കേണ്ടത്. ശേഷം അമ്മ തുടങ്ങി മറ്റുള്ളവർക്കും അന്നം കൊടുക്കാം. ഇത് ഷഡ്രസോപേതമായ അന്നവും കൊടുക്കുന്നുണ്ട്. ഒടുവിൽ ഒരു വെള്ളം കൊടുത്ത് അന്നം നീക്കി തളിച്ച് ഗണപതി വിടർത്തി പൂജ ഉദ്വസിക്കാം. ഇതാണ് അന്നപ്രാശന ചടങ്ങ്. നമുക്ക് വീട്ടിൽ വെച്ച് വളരെ ലളിതമായി അന്നപ്രാശന ചടങ്ങ് നടത്തുന്ന രഹസ്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് എല്ലാവരും ഇതറിഞ്ഞ് ആചരിക്കുവാൻ ശ്രദ്ധിക്കണം എന്നൊരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവരിലും ഈ സന്ദേശം എത്തിക്കുവാൻ ശ്രദ്ധിക്കണം എന്നപേക്ഷിക്കുന്നു. നമസ്തേ.